കക്കാട് അലൂമിനി അസോസിയേഷൻ കഴിഞ്ഞ 28-ാം തീയതി സ്കൂൾ 111-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ഇന്നലെ കൂട്ടനടത്തവും അതുപോലെ അലൂമിനി അസോസിയേഷൻ പ്രധാന ഭാരവായിട്ടുള്ള ഡോക്ടർ അബ്ദുറഹ്മാൻ അമ്പാടിയുടെ അനുശോചന യോഗവും കക്കാട് അങ്ങാടിയിൽ വെച്ച് നടന്നു. അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഒക്കെയാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. അലൂമിനി മെഗാ മീറ്റ് 111-ാം വാർഷികം 8, 9, 10 തീയതികളിലാണ് നടക്കുന്നത്. കക്കാട് GMEP സ്കൂളിൻ്റെ മുൻവശത്ത് പ്രത്യേകം തയ്യാറാക്കിയ അതിവിശാലമായ ഗ്രൗണ്ടിൽ വെച്ചാണ് സമാപന പരിപാടികളൊക്കെ നടക്കുന്നത്. അപ്പോൾ കൂട്ടനടത്തം കക്കാട് ബസ് ബേ ഇവിടെ അവസാനിപ്പിച്ചു. ഇനി അനുശോചന യോഗത്തിൻ്റെ ചെറിയൊരു ഭാഗം കൂടി കാണിച്ചൊരു വീഡിയോ നിർത്താം. കക്കാട് ചമ്മാട് ലീഗ് ഓഫീസിന് മുൻവശത്ത് വെച്ചാണ് അനുശോചന യോഗം നടന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കുറഞ്ഞ വീഡിയോ എളുപ്പത്തിൽ നമ്മൾ നടന്നെത്തി. ഇന്നലെ വളരെ അവിചാരിതമായിട്ട് കേട്ട ഒരു വാർത്തയായിരുന്നു. നമ്മുടെ കുറഞ്ഞ മിനിറ്റിൽ എല്ലാവരുടെയും പ്രസംഗങ്ങൾ നമ്മുടെ ദീർഘകാലം ജിദ്ദയിലെ ഹോസ്പിറ്റലിലെ സേവനം അവസാനിപ്പിച്ച് നമ്മുടെ നാട്ടിൽ അനുശോചന യോഗത്തിൽ കക്കാട് GMUP സ്കൂൾ PTA പ്രസിഡന്റ് മൊയ്ൻ ഇസ്ലാം സ്വാഗതവും സൗക്കത്ത് മാഷ് അധ്യക്ഷ പ്രസംഗവും നടത്തി. ഈ യോഗത്തിന് എത്തിച്ചേർന്ന ഞാൻ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് സ്വാഗതം ചെയ്യുന്ന എല്ലാവരെയും നമ്മുടെ അലൂമിനി അസോസിയേഷന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം പരലോക മോക്ഷം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എത്തിയ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ ഷൗക്കത്ത് മാഷോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ബഹുമാനപ്പെട്ട വേദിയിലുള്ള നമ്മുടെ കക്കാട് GMUP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി, കാര്യങ്ങളും സാമൂഹ്യ സേവന രംഗത്ത് നമ്മളൊക്കെ സമീപിക്കാവുന്ന കുറച്ച് വ്യക്തികളുണ്ട്. അതിൽ ആ വ്യക്തികളിൽപ്പെട്ട ഒരു വ്യക്തിയാണ് തീർച്ചയായിട്ടും. വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ എല്ലാ വ്യക്തിത്വങ്ങളും അനുശോചന യോഗത്തിൽ പങ്കെടുത്തു. മുഖ്യ അനുസ്മരണ പ്രഭാഷണം MK ബാബാ സാഹിബ് നിർവഹിച്ചു. അനുസ്മരണ പ്രഭാഷണവും അതുപോലെ തന്നെ തുടക്കം കുറിക്കുന്നതിന് വേണ്ടി MK ബാബാ സാഹിബിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വീണ്ടും അദ്ദേഹം ശ്വാസോച്ഛ്വാസമൊക്കെ കുറച്ച് പണ്ടൊക്കെ ഞങ്ങളൊക്കെ നല്ല മനസ്സിൽ സന്തോഷിച്ച് റിലീസായി വരുന്നുണ്ടല്ലോ. പക്ഷെ പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിട. നമ്മുടെ പിടിച്ച റബ്ബ് അദ്ദേഹത്തെ തിരൂരങ്ങാടി മുനിസിപ്പൽ ചെയർമാൻ KP മുഹമ്മദ് കുട്ടി ആദ്യകാല ബന്ധവും പൊതുസേവന രംഗത്ത് വളരെയധികം ശ്രദ്ധ ചെലുത്തിയിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. ബാബാ സാഹിബിൻ്റെ ഇടറിയ പതറിയ ശബ്ദവും സംസാരവും കേട്ടപ്പോൾ നമ്മൾ ഇന്നലെ രാവിലെ ഷട്ടിൽ ടൂർണമെൻറ്റ് ഞാൻ കുറച്ച് നേരം അവിടെ കളിക്കുകയുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് വിവരം കിട്ടി. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ബാബാ സാഹിബ് വളരെ ഒരു വികാരനായി നിൽക്കുക. അദ്ദേഹം ഒരു സൈഡിലുണ്ടെങ്കിൽ എൻ്റെ ശ്രദ്ധയിൽ അദ്ദേഹം പെട്ടില്ല. ഞാൻ കൈ തന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. നിങ്ങൾക്ക് ആർക്കും ഇല്ലാത്തൊരു ബന്ധം എനിക്ക് അനുശോചന യോഗ പ്രസംഗം നടത്തിയവർ എല്ലാവരും അദ്ദേഹത്തിന്റെ പഴയകാല ഒരുപാട് അനുഭവങ്ങൾ പൊതുസേവന രംഗത്ത് ജനങ്ങൾക്ക് ചെയ്തു പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. അതുപോലെ അനുശോചന യോഗത്തിൽ ജിഫ്രി തങ്ങൾ നമ്മളിവിടെ അനുസ്മരണ പ്രഭാഷണത്തിലാണ് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. മാക്കി കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അബ്ദുറഹ്മാൻ അമ്പാടി സാഹിബിൻ്റെ അനുശോചന യോഗത്തിലാണ്. നമുക്ക് മുമ്പിൽ പ്രസംഗിച്ച എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെക്കുറിച്ചും സൽപ്രവർത്തനങ്ങളെക്കുറിച്ചും എല്ലാം ഇവിടെ സവിസ്തരം സൂചിപ്പിച്ചു. മാത്രം കമറു കക്കാട് അതുപോലെ പ്രവാസ ജീവിതത്തിൽ ഡോക്ടറായി തുടർന്ന സമയത്തുള്ള അന്നത്തെ സേവനങ്ങളെക്കുറിച്ചും അദ്ദേഹത്തെ ബന്ധത്തെക്കുറിച്ചും പോക്കാട്ട് ഷാഫിക്ക. സത്യത്തിൽ
ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച് കഴിഞ്ഞു. നമ്മുടെ തൊയ്ബാക്ക പറഞ്ഞ പോലെ ഡോക്ടർ അബ്ദുറഹ്മാൻ അമ്പാടിയെ ഞങ്ങളും കുഞ്ഞാക്ക എന്നാണ് സ്നേഹപൂർവ്വം വിളിക്കാറുള്ളത്. ഇരിക്കുന്ന വടവ് നമ്മളെക്കാളേറെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനായിരിക്കും. അതിൽ ക്ഷമിക്കാനുള്ള കഴിവും അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പൊതുപ്രവർത്തകൻ താണിക്കൽ ഫൈസൽ. ഞാൻ നമ്മുടെ നാട്ടിൽ ഓരോ കാര്യത്തിൽ ഇടവൈകുന്നത് അതിൽ രോഗികളുമായി ഇടവൈകുമ്പോൾ ഇതിലാകുമ്പോൾ ഈ അമ്പാടി ഡോക്ടറുമായി ആരെങ്കിലും സർജറി കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ കക്കാടുള്ള ഡോക്ടറാണെന്ന് പറയുമ്പോൾ ഓരോ ആൾക്കാർ നമ്മളുമായി ബന്ധപ്പെടും. സാഹിബ് വേദിയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെ വിദ്യാർത്ഥി സംഗമത്തിൻ്റെ ഭാഗമായി ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ദുഃഖകരമായ വാർത്ത എത്തിയത്. ഏതായാലും അബ്ദുറഹ്മാൻ ഡോക്ടറെ സംബന്ധിച്ച് ജീവിതം സുഗമമാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. EV സുക്കൂർ സാഹിബ്, അതുപോലെ നാട്ടുകാരും ക്ലബ്ബുകളും മറ്റു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തിത്വങ്ങളും അനുശോചന യോഗത്തിൽ പങ്കെടുത്തു. വടക്കൻ റഷീദ് സാഹിബിന്റെ അനുശോചന നന്ദി പ്രഭാഷണത്തോടുകൂടി യോഗം അവസാനിക്കുകയും ചെയ്തു. ഈ അനുശോചന യോഗത്തിൻ്റെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി അവസാനിപ്പിച്ചതായി അറിയിച്ചു നിർത്തുന്നു.